ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതവും ദൈവത്തോട് ചേർന്ന് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വായനഭാഗം യെശയ്യാ പ്രവചനം 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം യെശയ്യാ പ്രവചനം 21 അധ്യായം 7 വാക്യം. ഈരണ്ടീരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു. യെശയ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു ബാബിലോൺ. ഒരു അധിനിവേശ സംസ്കാരത്തിന്റെ പ്രതീകം കൂടെയാണ് ബാബിലോൺ. കാരണം ബാബിലോണിനാൽ ചവിട്ടി മെതിക്കപ്പെട്ടവരായിരുന്നു ഇസ്രായേൽ ജനത. എന്നാൽ BC 689 അസീറിയൻ സാമ്രാജ്യത്താൽ ആക്രമിക്കപ്പെടുകയും അങ്ങനെ ബാബിലോൺ തകർന്ന് തരിപ്പണമായി പോവുകയും ചെയ്യുന്നു. ആ തകർച്ച ഏറെ ഭയാനകവുമായിരുന്നു. അതിനാൽ ബാബിലോണിനെ കുറിച്ചുള്ള ദർശനം യെശയ്യാ പ്രവാചകനെ പോലും ഏറെ പരിഭ്രാന്തനാക്കുകയാണ് ചെയ്യുന്നത്. ഈ വായനാഭാഗത്ത് നിന്ന് 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, സുഖലോലുപതയുടെ സൃഷ്ടിയിൽ ആണ്ടുകിടക്കുന്ന സമൂഹം. അപകടം തങ്ങളുടെ വാതിൽക്കൽ നിൽക്കുമ്പോഴും അത് മനസ്സിലാക്കാതെ തിന്നുകുടിക്കുന്നതിന് തത്രപ്പെടുന്ന ബാബിലോണ്യരെ നമുക്ക് 5 വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. സുഷുപ്തിയിലും ഭൗതിക സമ്പത്ത് ആർജിക്കുന്നതിലും തത്രപ്പാട് കാണിക്കുന്ന ജനത പലപ്പോഴും തങ്ങൾക്ക് സംഭവിക്കുവാനായിട്ട് പോകുന്ന ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പുകൾ വകവയ്ക്കുന്നില്ല എന്ന ഈ 21 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് ഇന്നത്തെ സമൂഹവും നേരിടുന്നൊരു അനുഭവമാണ്. സുഖവും സൗകര്യങ്ങളും വിനോദവും മാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് കരുതുന്ന സമൂഹം. ആത്മീയ മൂല്യങ്ങളെക്കാൾ ഭൗതിക നേട്ടങ്ങൾക്കും ആഡംബര ജീവിതത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇത്തരത്തിലെ സുഖലോലുപത മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ആത്മീയമായ ജാഗ്രത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. വിശ്വാസികളായ നമുക്ക് ജാഗ്രതയോടെ ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട്, പ്രതിസന്ധിയിൽ പരിഭ്രമിച്ചു പോകുന്ന നേതൃത്വം. പടിക്കലെത്തുമ്പോൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് പെട്ടെന്ന് പടയ്ക്കൊരുങ്ങുന്ന പടനായകന്മാരെ നാം ഇവിടെ കാണുന്നു. പക്ഷേ വേണ്ട ഒരുക്കമോ സമയോചിതമായ ഇടപെടലുകളോ നടത്തുവാൻ കഴിയാതെ പോയതിനാൽ ശക്തമായ സാമ്രാജ്യം ഇവിടെ തകർന്നു പോകുന്നു. കാരണം അവരുടെ എതിരാളികൾ വളരെ ശക്തരായിരുന്നു. ഒരു കാലത്ത് ലോകത്തെ ചവിട്ടിമെതിച്ച സംസ്കാരങ്ങളും സാമ്രാജ്യങ്ങളുമെല്ലാം തകർന്നടിഞ്ഞതുകൂടെയാണ് നമ്മുടെ ലോക ചരിത്രം. അങ്ങനെ ഇവിടെ ബാബിലോൺ എന്ന അധ്യായം അവസാനിക്കുന്നതായിട്ട് ഈ 21 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ നമ്മൾ കാണുന്നു. അധിനിവേശങ്ങളും അടിച്ചമർത്തലുകളും ഒരിക്കലും നമുക്ക് നീതീകരിക്കുവാനായിട്ട് ആവില്ല. അവ അന്യൻ്റെ മേലുള്ള അതിക്രമം അല്ലെങ്കിൽ കടന്നുകയറ്റം കൂടെയാണ്. നമ്മുടെയും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എന്തിലാണ് എന്ന് നമുക്കും ചിന്തിക്കാം. മറ്റൊരാൾക്ക് ഹാനികരമാകാത്ത തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും രാഷ്ട്രമായിട്ടുമൊക്കെ ഏവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ ആത്മീയതയിൽ നിന്നും വ്യതിചലിച്ചു പോകുവാൻ ഇടയാക്കരുതേ. ആഡംബരങ്ങളോ അടിച്ചമർത്തലുകളോ ഇല്ലാത്ത ജീവിതവും ഭരണവ്യവസ്ഥയും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.